പെന്തക്കോസ്ത് സഭ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടണമെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ സഭാ നേതൃത്വത്തിലുള്ളവർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, നമ്മുടെ ആളുകളും പല സ്ഥാനങ്ങളിൽ വരുന്നത് നല്ലതാണ്, മുൻകൈ എടുക്കണം എന്നുള്ള രീതിയിൽ വരെ കാര്യങ്ങളെത്തി തുടങ്ങി. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ കുഴഞ്ഞ ഒരു ചോദ്യമാണ് പാസ്റ്റർ ചോദിക്കുന്നത്. പഴയ നിയമത്തിലെ ദാനിയേൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഉത്കൃഷ്ട മാനസനായിരുന്നു, ഒരു കുറ്റവും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നെഹമ്യാവ് യെരുശലേമിലേക്ക് വന്ന് മതിൽ പണിയാൻ വേണ്ടി ഉപയോഗിക്കുകയും ഗവർണറായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അവിടെയുള്ള അനീതിയെല്ലാം വെറുത്ത് നല്ലതാക്കാനാണ് നെഹമ്യാവ് തോന്നിയത്. കാരണം നെഹമ്യാവ് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ജോസഫിനെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തുമെന്നാണ് ഫറവോ ചോദിച്ചത്. അപ്പം അങ്ങനെയുള്ളവരാണ് അതത് സ്ഥാനത്ത് നിന്ന് ശോഭിച്ചെന്ന് വേദപുസ്തകം പറയുന്നത്. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ സേവകർ നിന്നോട് പടപെട്ടുമായിരുന്നു. അപ്പോൾ കർത്താവിനറിയാത്തതും കർത്താവ് പറയാത്തതും അപ്പോസ്തലന്മാർ പൗലോസിനെ കുറിച്ച് ചിന്തിക്കുന്നത് അദ്ദേഹം ഒരു സെനറ്ററി സംഘത്തിൻ്റെ അംഗമായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് അധികാരപത്രം കൊടുത്ത് മഹാപുരോഹിതൻ വിട്ടതെന്ന് ഒരു ധാരണയുണ്ട്. അതെല്ലാം ചപ്പും ചവറുമെന്ന് ഇറങ്ങിയ പൗലോസ് ഇത് കാണുമ്പോൾ ഞെട്ടിത്തെറിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു കാര്യം ഞാൻ സമ്മതിച്ചു, തരം താണ രാഷ്ട്രീയം കളിക്കുന്ന നേതാക്കന്മാർക്ക് രാഷ്ട്രീയ കളി ഇവരുടെ പക്കലുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പെന്തക്കോസ്തിൽ ഒരുപാട് സംഘടനയുണ്ട്. ഏത് സംഘടനയിൽ നിന്ന് വന്നാൽ മറ്റേ സംഘടനക്കാർ സപ്പോർട്ട് ചെയ്യും. ഇപ്പം എൻ്റെ സഭയിൽ നിന്ന് 4 പേരെ പിടിച്ചുകൊണ്ട് പോകാൻ അയലോക്കത്തെ സഭ വിചാരിക്കുന്നത് അവൻ്റെ സഭ വളർത്തണമെന്ന്. അപ്പോൾ ഇവർ ആരെയായിരിക്കും MLA-ക്കും MP-ക്കും തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ഡിനോമിനേഷനിലുള്ളവൻ Bക്ക് വോട്ട് ചെയ്യത്തില്ല, B ഉള്ളവൻ Cക്ക് വോട്ട് ചെയ്യില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവർ ഒന്നിച്ചൊരു കൺവെൻഷൻ നടത്തി, ഇത്രയും പീഡനം നടക്കുന്ന കാലഘട്ടത്തിൽ ഒന്നിച്ചൊരു മീറ്റിംഗ് നടത്തിയിട്ട്, ഒരു ക്രിസ്ത്യ മീറ്റിംഗ് നടത്തി ലോകത്തിൻ്റെ മുൻപിൽ ഇവരൊന്നാണെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമാണ്. ഇതിപ്പോൾ ഒരു സഭയിൽ തന്നെ അന്യോന്യം പോരിന് വിളിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നവരെ ഇവരുടെ മഹാബലം കാണിക്കാൻ വേണ്ടി MLA-യും MP-യും കൊണ്ടുവരാൻ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഇവരെ ആദ്യം അവരൊന്ന് ഒന്നിക്കട്ടെ. വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കാമെന്ന് യേശു പറഞ്ഞത് നമ്മളോടൊക്കെയാണ്. നമ്മൾക്ക് ഒരു ഒരുമയുമില്ല. ഒരു സംഘടനയിലും 2 വിഭാഗക്കാരെ പൊളിറ്റിക്സ് കളിച്ച് സഭയെ താറുമാറാക്കിയത് ഇവരൊക്കെയാണ്, ഈ നേതൃത്വങ്ങളൊക്കെയാണ്. ഒരു കാലത്ത് സ്വർഗത്തിലെ തീയായിരുന്നു ഇവരുടെ വിഷയം. ആത്മാഭിഷേകം, തീ അഭിഷേകം ഒക്കെ ആയിരുന്നു. ഇപ്പം പൊളിറ്റിക്സിലേക്ക് മാറിയെന്നേ ഉള്ളൂ. കാരണം ഇവർ തരത്തിനനുസരിച്ച് വർത്താനം പറയുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാലത്ത് നമ്മുടെയൊക്കെ കൺവെൻഷന് ആരെങ്കിലും രാഷ്ട്രീയക്കാർ വന്നാൽ ഒരു ഗ്രീറ്റിങ്സ് പറഞ്ഞു പോകുമായിരുന്നു. ഇന്നിപ്പോൾ അവരാണ് നമ്മളെക്കാൾ നന്നായി പ്രസംഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും കടന്നു വന്ന് നല്ല ഒന്നാന്തരം പ്രസംഗം ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഇത് വെറും പ്രസംഗമേ ഉള്ളൂ, അവരെ പോലെ രാഷ്ട്രീയക്കാരെ പോലെ. അപ്പോൾ അവരും അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. കർത്താവിനും അപ്പോസ്തലന്മാർക്കും മറഞ്ഞിരുന്നൊരു മർമ്മം ഈ മഹാന്മാർക്ക് വെളിപ്പെട്ടെന്നാണ് എൻ്റെ ചിന്താഗതി. രാഷ്ട്രീയക്കാരായാലേ നിലനിൽപ്പുള്ളൂ എന്ന് ഞാനിതുവരെ വിശ്വസിച്ചത്. വലിയ പ്രശ്നമുണ്ടായപ്പോൾ അപ്പോസ്തലന്മാരെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവരിരുന്നടം കുലുങ്ങി അവർക്ക് പ്രസംഗിക്കാൻ ധൈര്യം കിട്ടിയെന്ന വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവർക്ക് പണമുണ്ട്, ആൾബലമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി അവർക്ക് ഈ പെർസിക്യൂഷനിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ദൈവം സഹായിക്കാതെ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ആരെങ്കിലും രാഷ്ട്രീയക്കാരായാൽ എന്തെങ്കിലും സാധിക്കുമെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു MLA-യോ 2 MLA-യോ ഉള്ളവരെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. ഒരു പാർട്ടിയിലെ ഒരാൾ MLA ആയാൽ നമുക്കറിയാം അവരുടെ സ്ഥിതി. അപ്പം കേരളത്തിലല്ലല്ലോ ഈ പ്രശ്നം ഉള്ളത്, കൂടുതലും മറ്റുള്ള സ്ഥലത്തല്ലേ. അപ്പോൾ ഒരു MLA-യോ മറ്റോരോ വരുന്നതിനേക്കാൾ നല്ലത് സകലത്തെയും നിയന്ത്രിക്കുന്ന കർത്താവിലേക്ക് അപ്പോസ്തലന്മാരും സകലതും പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. ദാനിയേൽ രാജാവിനോട് പോയി ചോദിച്ചില്ല, നീ എന്തോ ഇത് കാണിച്ചത്, ഞാൻ ഇവിടെ രണ്ടാമനായി വാഴുമ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കാതെ സൈൻ ചെയ്യാഞ്ഞത് മോശമല്ലേ എന്ന് ചോദിച്ചില്ല. അവൻ നോക്കിയത് ഉയരത്തിലേക്കാണ്. ആ യെരുശലേമിനെ നോക്കിയാണ് താൻ ഇരുന്ന് പ്രാർത്ഥിച്ചത്. ജോസഫും അങ്ങനെയാണ്. ഞാൻ ഈ ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെയായിരിക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചത്.
ആ ദൈവത്തെ നോക്കിയിരുന്നപ്പോൾ ദൈവം ഉയർത്തിയെങ്കിൽ അതേ ദൈവം പൗലൂസിനെയും പത്രോസിനെയും ഒക്കെ ഉപയോഗിച്ച ദൈവം നീറോ എന്ന് പറയുന്ന ദുഷ്ടനായ ചക്രവർത്തിയുടെ കാലത്ത് അവർ സർവൈവ് ചെയ്തെങ്കിൽ എന്നിത്രയും നമുക്ക് സ്വാതന്ത്ര്യവും പിന്നെ പണവും സൗകര്യവും ഒക്കെ ഉള്ളപ്പോഴേ കർത്താവാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു MLA-യെക്കാളും MP-യെക്കാളും ഒക്കെ നല്ലത്. ഇവർ സഭാ നേതൃത്വത്തിൽ വരുമ്പോൾ ഇത്രയും കളങ്കങ്ങളും കള്ളത്തരവും കള്ളരാഷ്ട്രീയവും കളിക്കാമെങ്കിൽ ഇവർക്കൊരു സ്ഥാനം കിട്ടിയാൽ ഇവരാരായിരിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അത്രേ എനിക്കിതിനെക്കുറിച്ച് ഇപ്പം പറയാൻ ഞാൻ മനസ്സ് കാണിക്കുന്നുള്ളൂ.